ഇവർ വിവാഹിതരായാൽ എൻ്റെ പൊന്നു മക്കളെ അജയും ഭൂമിയും കലക്കിയിട്ടുണ്ട്. എപ്പിസോഡ് 1 പൊളി തന്നെ. അജയും ഭൂമിയും കണ്ടുമുട്ടുന്ന ഫസ്റ്റ് മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടായിരുന്ന മലയാളം സീരിയൽസ് ഒന്നും അല്ല. എൻറ്റയർലി ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. 22 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കുറേ ഇൻസിഡൻസും കുറേ ട്വിസ്റ്റുകളും കൊലപാതകങ്ങളും സെപ്പറേഷൻസും ഒക്കെ കാരണം മാറി ജീവിക്കേണ്ടി വരുന്ന ഒരു നായിക കഥാപാത്രം ഇതുവരെ നമ്മൾ മലയാളത്തിൽ കണ്ടതിൽ വെച്ച് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വായാടി ആയിട്ടുള്ള എന്നാൽ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ഒരു നായകനാവട്ടെ കലിപ്പനോട് കലിപ്പൻ, അങ്ങനത്തെ ഒരു നായകൻ. ഇവരുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് മീറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെറിത്തനം ആട്ടമാണെന്നുള്ളത്. നിഖിൽ നായരും മാളവിക വെൽസും പൊളിച്ചടുക്കിയിട്ടുള്ള ഈ സീരിയലിലെ ട്വിസ്റ്റ് ശരിക്കും അതിന്റെ പ്രൊമോസ് റിലീസ് ചെയ്തപ്പോഴായിക്കോട്ടെ, ട്രെയിലർ റിലീസ് ചെയ്തപ്പോഴായിക്കോട്ടെ, എപ്പിസോഡ് 1 ഇപ്പൊ വന്നപ്പോ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എപ്പിസോഡ് 1 എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് രാത്രി എന്തായാലും TV-യിൽ വരും. പക്ഷേ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അജയുടെയും ഭൂമിയുടെയും എപ്പിസോഡ് 1 വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ഈ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ നായികയായിട്ടുള്ള ഭൂമി ജോഗിങ് ചെയ്ത് റോഡിൽ കൂടെ ഓടി വരുവാണ്. അപ്പോൾ ഭൂമിയുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ചു എന്നാണ് പേര്. അപ്പോൾ പറയണേ, മോളെ ഈ ജ്യൂസ് കുടിച്ചിട്ട് പോ മോളെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അച്ഛാ, ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടിങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും അവിടെ അടുത്തൊരു തട്ടുകട വന്ന് ആ തട്ടുകടയിൽ കയറി ഞാൻ ചായ കുടിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ കള്ളൻ ഓടി പോവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ജ്യൂസ് ഒന്നും വേണ്ട അച്ഛാ, ഇനി ഇതൊന്നും പറയാണ്ട് ജ്യൂസ് കുടിച്ചിട്ട് പോയി മോളെ നിന്നെ. അപ്പം പറയണേ, അപ്പം നമ്മുടെ ഭൂമി പറയണം, അത് എന്നെ ആകെ നിങ്ങൾ എല്ലാവരും കൂടെ വഷളാക്കി ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വഷളായതാണെന്ന് നിനക്ക് അറിയാം അല്ലേ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കണം. 18 പടി കയറേണ്ടി വന്നാലും ഈ ഭൂമി വഷളാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ നായികയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. ദെൻ അതിനുശേഷം കാണിക്കുന്നത് വീടാണ്, നമ്മുടെ നായികയുടെ വീട്. നായികയുടെ വീട്ടിലെ നായികയുടെ അമ്മയും ഒരു ജോലിക്കാരിയും കൂടെ ഉണ്ട്. ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഉണ്ണിയപ്പം വേവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നായികയുടെ അമ്മയുടെ പേര് അംബിക എന്നാണ്. നമ്മുടെ മഞ്ജു പത്രോസ് ചെയ്യുന്ന കിടിലൻ ക്യാരക്ടർ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ മഞ്ജു പത്രോസ് നമ്മുടെ അംബിക പറയാണ്, ലക്ഷ്മി ചേരുവകളൊക്കെ കൃത്യമായിട്ട് ചേർത്തോണം, മോള് വന്നിട്ട് മോക്ക് ഓക്കെ ആയാൽ മാത്രമാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അറിയാമല്ലോ ഭൂമിയുടെ സ്വഭാവം. ഇന്ന് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ദേവി ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആണത്, അറിയാലോ എന്ന് പറയാണ്. അതായത് ഇവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും കോഫി ഷോപ്പും ടീ ഷോപ്പും ഒക്കെയാണ് ഇവരുടെ ജോലി എന്നുള്ളത് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജോലിക്കാർ ചോദിക്കുകയാണ്, അംബിക ചേച്ചി നമ്മുടെ മോളെ കുറിച്ചിട്ടുള്ള അതായത് നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയത്തില്ല, അപ്പൊ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ചോദ്യങ്ങളാണ്. എന്താണ് ഇവിടുത്തെ മോളെ കാര്യമൊക്കെ ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അംബിക പറയാണ്, അത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നവളാണ് ഭൂമി. റൂമൊക്കെ അടിച്ച് തൂത്തുവാരി വേഗം തന്നെ അടുക്കളയിൽ വന്ന് ചായ ഇട്ടിട്ട് അവൾ ആദ്യം അച്ഛന് കൊടുക്കും, രണ്ടാമത് എനിക്കും ചായ ഇട്ടിട്ട് അച്ഛൻ്റെ അംബാസിഡർ കാറിൽ എന്ത് ചെയ്യും, 2 പേരും കൂടെ ജോഗിങ്ങിന് പോകും. എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സസൈസ് ഭൂമി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ പകുതി അച്ചുവട്ടൻ എന്ത് ചെയ്യും, ഇങ്ങനെ തട്ടുകടയായിട്ട് മോളെ ജ്യൂസ് കുടിക്കും, മോളെ ചായ കുടിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഭൂമി അതൊന്നും കേൾക്കില്ല. അങ്ങനെ 2 പേരും വഴക്കിട്ടുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം നമ്മുടെ ഭൂമി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്ചു, അതായത് അച്ഛൻ എന്ത് ചെയ്യാണ്, കാർ സൈഡിൽ, അംബാസിഡർ കാർ സൈഡിലുണ്ട്. മോളെ ഇതാ മതി ഇന്നത്തെ ഓട്ടോ ഒക്കെ മതി, ഇതാ ജ്യൂസ് കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തൽക്കാലം ഈ ഒരു പഴം കഴിക്കാം എന്ന് പറഞ്ഞ് പഴം എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പറയണം, വാ മോളെ നമുക്ക് പോവാം, ഇന്നിന് കഴിഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി നമ്മുടെ അടുത്ത് കിടക്കുന്ന കാറിനെ ഇങ്ങനെ നോക്കുകയാണ്. ഈ കാറ്, അപ്പോഴത്തേക്കും എന്ത് മോളെ, ഇന്ന് കാറിന് ഒരു കുഴപ്പമില്ല, കാർ ഓക്കെയാണ്, കാരണം ഒരു പ്രശ്നവും ഇല്ല. 38 വർഷത്തെ പഴക്കമല്ലേ ഈ കാറിനുള്ളൂ, പിന്നെ എന്ത് പ്രശ്നം വരാനാ മോളെ, ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ കാറാണിത്, ഒരു പ്രശ്നവും വരത്തില്ല. ശരി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമി കാറിലോട്ട് കയറാൻ വരുവാണ്. അപ്പോൾ കാറിന്റെ ഡോറിൽ ഇങ്ങനെ പിടിയിൽ പിടിക്കുമ്പോൾ തന്നെ പിടി ഊരി വരുന്നു. 38 വർഷം പഴക്കമുള്ളതല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയാണ് തുറക്കുക എന്ന് ചോദിച്ച ഒരു വിധത്തിൽ നമ്മുടെ അച്ചു തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ മോൾ അകത്ത് കയറി ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നു, ഡ്രൈവർ സീറ്റിൽ നമ്മുടെ അച്ചു ഇരുന്ന് കാർ ഡ്രൈവ് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടാണ്. വീട്ടിലെ പാകം നോക്കുകയാണ് നമ്മുടെ അംബിക, പായസത്തിന്റെ പാകം. എന്നിട്ട് പറയാണ്, ഓക്കെ ആണ്, പിന്നെ ഭൂമി വന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അവൾ വേണ്ട ഇനിയിപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്.
പിന്നെ എൻ്റെ ഭൂമി ഇങ്ങനെ ചായക്കട നടത്തി ജീവിക്കേണ്ടവളൊന്നും ആയിരുന്നില്ല. +2 അവൾക്ക് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അവളെ മെഡിസിന് വിടണമെന്നായിരുന്നു ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് അവൾ നമ്മളെ രണ്ടുപേരെയും വിട്ടിട്ട് ഒരിടത്തും പോകൂല എന്ന് പറഞ്ഞു. അത് നമ്മളെ വിട്ടിട്ട് പോകാത്തതുകൊണ്ടൊന്നുമല്ല, അവൾക്കറിയാം നമ്മളതിൽ കാശൊന്നും ഇല്ലാന്ന്. അപ്പം നമ്മൾ പഠിപ്പിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അവൾ പോവാത്തതാണ്. നമുക്കറിയാം. പിന്നീട് അവളെ ഒരു വിധത്തിൽ ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്തല്ലേ അച്ചുവേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അച്ചുവേട്ടൻ ഡ്രൈവിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഡ്രൈവിംഗ് ആണല്ലോ അച്ചുവേട്ടൻ്റെ ജോലി, അപ്പോൾ ഡ്രൈവിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഡ്രൈവിങ്ങിന് പോകെങ്കിലും നാട് വിട്ട് കളയുമെന്ന് അവൾ പറഞ്ഞുകൊണ്ടല്ലേ ആ ജോലിക്ക് പോവാത്തത്. പിന്നെ നമ്മുടെ മോളൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു അല്ലലില്ലാതെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നു എന്നിങ്ങനെ നമ്മുടെ അംബിക പറയുവാണ്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാണ്, കാറിലിരുന്ന് നമ്മളെ അച്ചുവേട്ടനും അതുപോലെ തന്നെ ഭൂമി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണല്ലോ. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, ഡാൻസ് പഠിക്കാൻ ഇനിയിപ്പോൾ പോണോ മോളെ, ഇന്നിന് ഡാൻസ് ക്ലാസ്സിൽ പോണോ വെച്ചാ നൃത്തം സൗന്ദര്യം കൂട്ടുവന്ന. മാത്രമല്ല എൻ്റെ സൗന്ദര്യം ഒന്ന് കൂടട്ടെ, ഞാൻ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ 10 പേർക്ക് എന്നോട് ക്രഷ് തോന്നട്ടെ അച്ഛാ. സുന്ദരിയായ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കുറച്ച് കൊടുത്താൽ മതിയെന്നാണല്ലോ. അപ്പോഴത്തേക്കും അച്ഛൻ പറയാണ്, ഇല്ല മോളെ, ഞാൻ എന്തായാലും സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യടാ, അപ്പം അച്ഛൻ മര്യാദയ്ക്ക് അപ്പോൾ എല്ലാം ഒളിപ്പിച്ച് വെക്കാനുള്ളതല്ല, മര്യാദയ്ക്ക് എനിക്ക് തരാനുള്ളതൊക്കെ തന്നോണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു അടിപൊളി കോംബോ കാണിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി സ്റ്റക്ക് ആവുന്നു. അപ്പം നമ്മുടെ ഭൂമി, വീണ്ടും ഈ വണ്ടി ഇങ്ങനെ തന്നെയാണ്, എനിക്ക് വയ്യ, ഈ CCTV കൊണ്ട് എൻ്റെ കൺമുന്നിൽ ഇനി വന്നു പോകരുത് എന്നും പറഞ്ഞ് വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ചെലങ്കയും ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇറങ്ങി നടക്കണം. മോളെ പോവല്ലേ, പോവച്ചാ, ഈ CCTV എൻ്റെ കണ്ണിൽ പോലും കാണരുത് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ഭൂമി നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് നടന്നു പോവാണേ. അപ്പോൾ കുറേ പേര് നടന്നു വരുന്നുണ്ട്. എന്ത് പറ്റി, വണ്ടിക്ക് എന്ത് പറ്റി, മോൾ എന്താ CCTV എന്ന് പറഞ്ഞുകൊണ്ട് പോയത്, വണ്ടിയിൽ CCTV വല്ലതും വെച്ചിട്ടുണ്ടോ? അത് അപ്പം നമ്മുടെ അച്ഛൻ പറയാണ്, CCTV എന്ന് വെച്ചാൽ ചക്കട കാർ തള്ള വണ്ടി, അതിനെയാണ് ഈ CCTV എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കഴുത്തിലൊക്കെ കുരിശൊക്കെ ഉണ്ടല്ലോ, യാത്രയിൽ സഹായിപ്പിൻ എന്നല്ലേ യേശു പറഞ്ഞിട്ടുള്ളത്, കാറൊന്ന് തള്ളിത്തരാമോ? അതൊക്കെ തള്ളിത്തരാം എന്നൊക്കെ പറഞ്ഞ് കാറ് തള്ളി ഒരു വിധത്തിൽ കാർ അവിടെ നിന്ന് മൂവ് ആവുകയാണ്. പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ മെയിൻ സൗഭാഗ്യപുരം പാലസ് പോലത്തെ ഒരു വീടാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു വലിയ വീടാണ്, പണക്കാരുടെ ഒരു വീടാണ്. ഡ്രൈവർ, ആ വീടിന്റെ പുറത്ത് ഡ്രൈവർ ഇങ്ങനെ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേലക്കാരി ചായ കൊണ്ടുവരുമ്പോഴത്തേക്കും മുത്തശ്ശി പോവാൻ റെഡി ആയോ, ഇന്ന് ക്ഷേത്രത്തിൽ പോകണമല്ലോ, അപ്പോൾ ക്ഷേത്രത്തിൽ പോകണത് പക്ക ടൈം അല്ലെങ്കിൽ മുത്തശ്ശി കുറച്ച് ശുണ്ടി കാണിക്കും എന്നിങ്ങനെ ഡ്രൈവർ പറയണ, ശരിയായിട്ട് ഇപ്പം ഇറങ്ങി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് വേലക്കാരി അകത്തോട്ട് പോവാണ്. അപ്പോൾ ഒരാൾ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 45 വയസ്സ് പ്രായം വരുന്ന ഒരാൾ അവിടെ സോഫയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു ലേഡി അങ്ങോട്ട് വരുവാണ്. മാധവേട്ടാ പോവണ്ടേ, വാ നമുക്ക് റെഡി ആവാം, അമ്മ പറഞ്ഞതല്ലേ ക്ഷേത്രത്തിൽ പോകണമെന്ന്. ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് കമ്പനി ഫയൽസ് ഒക്കെ നോക്കാനുണ്ട് എന്ന് പറയാണ്. അത് അമ്മയുടെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് വയ്യ, അമ്മയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വരാൻ വയ്യെന്ന് എന്നിങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഭർത്താവായ മാധവനോട് എന്താ ഈ പറയുന്ന ലേഡി. എന്നിട്ട് പിന്നീട് നമ്മുടെ അമ്മയെ കാണിക്കുകയാണ്. ആ വീട്ടിലെ സൗഭാഗ്യ എന്ന് പറയുന്ന അമ്മ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മല്ലിക സുകുമാരനാണ്. മല്ലിക സുകുമാരന്റെ ക്യാരക്ടറും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ സീരിയലിൽ ഉണ്ടാകുമോ അതോ പാതിക്ക് വെച്ച ആൾ മാറുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അങ്ങനെ നമ്മുടെ മല്ലിക സുകുമാരന് ഗുളിക കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. അമ്മയ്ക്ക് ഗുളിക കൊടുക്കുകയാണ്. ആരാണ് ഗുളിക കൊടുക്കുന്നത്? ഇപ്പം നമ്മൾ കണ്ട ഈ പെൺകൊച്ചാണ് ഗുളിക കൊടുക്കുന്നത്. ഈ ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു ലേഡി, ആ ലേഡിയാണ് കൊടുക്കുന്നത്. അവർക്കൊരു 40 വയസ്സ് പ്രായം തോന്നിക്കും. അപ്പോൾ പറയണം, ആരെയും കാണുന്നില്ലല്ലോ താഴെ, അപ്പം ആരും വരുന്നില്ല, എൻ്റെ വാക്കിനപ്പം ആരും ഒരു വില കൽപ്പിക്കുന്നില്ലെന്നാണ് അർത്ഥം. ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ച ആരും വരില്ല അല്ലേ സംഗീതേ എന്നിങ്ങനെ. അതായത് ഇത് മകളാണ്, സംഗീത എന്നാണ് മകളുടെ പേര്. നേരത്തെ താഴെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മരുമകനാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, മാധവനും ഭവാനിയും എവിടെ പോയി എന്നിങ്ങനെ നമ്മുടെ സൗഭാഗ്യമ്മ ചോദിക്കുകയാണ്. അപ്പം മാധവൻ അങ്ങോട്ട് വന്നിട്ട് പറയണം, അമ്മേ ഞാൻ വരുന്നില്ല, എനിക്ക് ജോലി തിരക്കുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സൗഭാഗ്യമ്മ പറയാണ്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജോലി തിരക്കായത്? എൻ്റെ മോളായിട്ടുള്ള ഈ സംഗീതയെ പിടിച്ച് നിനക്ക് കെട്ടിച്ച് തന്ന് 100 ഏക്കർ റബ്ബറും ടയർ ഫാക്ടറിയൊക്കെ നിനക്ക് തന്നപ്പോഴത്തേക്കും അതിൻ്റെ MD ആയിട്ട് മാറി നിനക്ക് ജോലി തിരക്കായതല്ലേ, വേണ്ട നീ വരണ്ട, ഇപ്പം അല്ല എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയണം. അതായത് ഈ മാധവൻ അവരുടെ മരുമകനാണ്. ഭവാനി എവിടെ, ഭവാനിയെ വിളിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ സംഗീത പോയിട്ട് ഭവാനി വാതിൽ തട്ടി വിളിക്കുമ്പോൾ ഭവാനി വാതിൽ തുറക്കുകയാണ്. ഭവാനി നമ്മുടെ അനു നായർ ചെയ്യുന്ന ക്യാരക്ടറാണ്. തുടക്കത്തിൽ ഒരു പോസിറ്റീവ് ഷെയ്ഡിലാണ് ഇപ്പം കാണിക്കുന്നതെങ്കിലും നെഗറ്റീവിൻ്റെ കട്ട ഷെയ്ഡിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സ്വന്തം സുജാതയിലെ കട്ട നെഗറ്റീവ് റോള് ചെയ്ത് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഭവാനി ഡോറ് തുറക്കുന്നു. എന്താ അത്, അമ്മ വിളിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നില്ലേ? ഞാൻ വരുന്നില്ലെന്ന് ഓൾറെഡി അമ്മയടുത്ത് പറഞ്ഞതാണല്ലോ. എന്നോടൊന്നും നീ പറഞ്ഞിട്ടില്ല വരുന്നില്ലെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞതാ. അവർ അപ്പം നീ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് അപ്പം ഞാൻ മറന്നു പോയെന്നാണ് അതിനർത്ഥം അല്ലേ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം മറവി രോഗം ഉണ്ടോ എന്നുള്ള കാര്യം. അതായത് എൻ്റെ ഭർത്താവ് ശങ്കർദാസ്, എൻ്റെ പേര് സൗഭാഗ്യദാസ്.
നമുക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൻ സത്യദാസ്, രണ്ടാമത്തത് സംഗീതാദാസ്, മൂന്നാമത്തത് സാഗർദാസ്. അപ്പൊ സത്യദാസിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. ഈ നിൽക്കുന്ന സംഗീതാദാസിന്റെ ഭർത്താവാണ് ഇവൻ. ഇളയവന്റെ ഭാര്യയാണ് സാഗർദാസിന്റെ ഭാര്യയാണ് നീ. സ്വത്തുക്കൾ തുല്യമായിട്ട് നമ്മൾ ഭാഗിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്തുക്കൾ തുല്യമായിട്ട് നമ്മൾ ഭാഗിച്ചു തന്നു. പക്ഷെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള അവകാശം എൻ്റെ ഭർത്താവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് മറവി രോഗം ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീ എൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ വരൂല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അതെ അമ്മേ, ഞാൻ വരില്ല. ഞാൻ എന്തിനാ വരണത്? എന്നെ ദൈവങ്ങളും തുണച്ചിട്ടില്ല, എൻ്റെ കുടുംബവും എന്നെ തുണച്ചിട്ടില്ല. കണ്ണൂരിൽ നമ്മുടെ ഫാം മൊത്തം പോയപ്പോഴത്തേക്കും ഫാമും ക്യാമ്പയിനും ഒക്കെ ആരാ ഇല്ലാതാക്കിയത്? പിന്നെ ഞാനും എൻ്റെ മോളും കൂടെ തെരുവിൽ അവിടെ അലഞ്ഞു തിരഞ്ഞ് നടന്നപ്പോൾ നിങ്ങൾ നമ്മളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു, നമുക്ക് ആഹാരം തരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചതിന് പിന്നിൽ ആരാ, എങ്ങനെയാ മരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഇവരുടെ ഇളയ മകൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നുള്ള സാധനമാണ് കാണിക്കുന്നത്. അപ്പൊ അതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത് പിന്നീട് നമ്മുടെ ഡാൻസ് ക്ലാസ് ആണ് കാണിക്കുന്നത്. ഭൂമി അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്യാണ്, ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നായകനായിട്ടുള്ള അജയ്, നമ്മുടെ നിഖിൽ നായരുടെ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, കാർ ഓടിച്ച് ഡ്രൈവ് ചെയ്ത് വരികയാണ്. അപ്പൊ നിഖിൽ നായരുടെ ഫോണിലേക്ക് അജയുടെ ഫോണിലേക്ക് അജയുടെ അമ്മ വിളിക്കുകയാണ്. അമ്മ ആരാ? ഈ സംഗീതയുടെ മകനാണത്. അപ്പോഴത്തേക്കും എവിടെ മോനെ, നീ എത്താറായോ? അമ്മ ഒരു അരമണിക്കൂർ. മോനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകാൻ ഇറങ്ങുവാ, നീ വരുന്നില്ല? അമ്മ എങ്കിൽ പിന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് എത്തിക്കോളാം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ഇതേ സമയം ഭൂമി ഡാൻസ് ക്ലാസ് കഴിഞ്ഞിറങ്ങിയിട്ട് അയ്യോ ലേറ്റായി പോയല്ലോ, ക്ഷേത്രത്തിലേക്ക് നിവേദി എത്തിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഒരു വഴിയരികിൽ നിൽക്കുവാണ്. അപ്പൊ വിജനമായ ഒരു സ്ഥലമാണ്, വണ്ടിക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്. നിർത്തും എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നൊന്നുമില്ല, വണ്ടികൾ പോകുന്നു. അപ്പൊ തൊട്ടടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭൂമി നോക്കുമ്പോൾ തൊട്ടടുത്ത റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ആ റോഡ് ക്ലോസ്ഡിനെ എടുത്ത് ഓപ്പൺ ആയിട്ടുള്ള റോഡിന്റെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അജയ് കാർ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. അജയ് ഓട്ടോമാറ്റിക്കലി വണ്ടി നിർത്തിയിട്ട് അയ്യോ ഈ റോഡ് ക്ലോസ്ഡ് ആണല്ലോ, അപ്പൊ ഈ റോഡ് വഴി പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റും എന്നിങ്ങനെ ഭൂമി എടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമി പറയാണ് അത് ഈ റോഡിൽ നിന്ന് മാറി ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് എത്തണം, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകണം. അത് ഏത് വഴി പോകണം? അത് എത്ര പറഞ്ഞാലും പറ്റത്തില്ല സാറേ, എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാലും ആ വഴി തെറ്റും സാറേ. അപ്പോൾ പറയണം കുഴപ്പമില്ല, പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം. അയ്യോ വേണ്ട, ഞാനും അങ്ങോട്ടാ, ഞാൻ ആ വഴിക്കാ. അപ്പോൾ പറയാണ് വഴി പറഞ്ഞു തന്നാൽ മതി. അയ്യോ ഞാൻ ആ വഴിക്ക്, ഞാനൂടെ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ഭൂമി. അപ്പം അങ്ങനെയാണെങ്കിൽ പിറകെ കയറിക്കോ എന്ന് നമ്മുടെ അജയ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമ്മുടെ നായിക കയറി അങ്ങ് ഇരിക്കുകയാണ്, ഭൂമി കയറി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അജയ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതെ വഴി പറഞ്ഞു തരണമെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കണം കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ഭൂമി പറയുകയാണ്. അല്ല സാർ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നായകൻ കലിപ്പനാണല്ലോ. അപ്പം നായകൻ പറയാണ് ഞാൻ നരകത്തിലോട്ടാ പോകുന്നത്. ആണോ, നരകത്തിലോട്ടോ, നന്നായി. സാറിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ അവിടെ ആയിരിക്കും അല്ലേ ഉള്ളത്? പിന്നെ സ്വർഗത്തിലോട്ട് പോകുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്, ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ, ഭൂമിയിലെ പീഡനം അനുഭവിച്ചവർക്ക് സ്വർഗം കിട്ടുമെന്നാ പറയുന്നത് എന്നിങ്ങനെ നമ്മുടെ ഭൂമി ഒരു വായാടിയാണല്ലോ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അജയ് പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പീഡിപ്പിക്കാം, എന്താ അപ്പൊ തനിക്ക് സുഖം കിട്ടുമല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ഒരു ഓസിനൊരു ലിഫ്റ്റ് കിട്ടിയതും പോലെ വാചകം അടിക്കുന്നോ, മിണ്ടാതിരുന്നോണോ കേട്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് അജയ് ചോദിക്കുകയാണ് ഇനി ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോവേണ്ടത്, ഇവളൊന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തേലും പറ എങ്ങോട്ടാ പോവേണ്ടത്, എന്തേലും പറ, എൻ്റെ അടുത്തല്ലേ പറഞ്ഞ ഒന്നും മിണ്ടേണ്ടത്, അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ഭൂമി പറയുകയാണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ദൂരം കൂടി പോകുമ്പോഴത്തേക്കും റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നു. അയ്യോ റോഡ് ക്ലോസ്ഡ് ആണല്ലോ, ഇനി എങ്ങനെ പോകും എന്നിങ്ങനെ നമ്മുടെ അജയ് ചോദിക്കുമ്പോഴത്തേക്കും ഭൂമി വണ്ടി നിർത്തിക്കുക എന്ന് പറഞ്ഞ് വണ്ടി ഇനി ഇറങ്ങിയിട്ട് പറയാണ് ഈ റോഡ് ക്ലോസ്ഡ് ആയത് എൻ്റെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാം, PWDക്കാരോട് പോയി ചോദിക്കുക, പിന്നെ എന്നെ നേരത്തെ ഡ്രോപ്പ് ചെയ്തില്ലേ, എന്നാൽ ഞാൻ കയറിയില്ലേ, അവിടെ നിന്ന് നിങ്ങൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പോയാൽ മതി, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലത്തെത്താം ഇവളെ കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാണ്. ഭൂമി അവിടെ നിന്ന് നേരെ പോകുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ വീട്ടിലെ സീൻസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ വീട്ടിലേക്ക് ഭൂമി മോൾ എത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി, വേലക്കാരെ ലക്ഷ്മി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അംബിക പറയണ ഇല്ല, അച്ഛനും മോളോടെ വഴക്കോടി വരണ്ടേ. വഴക്കോ? അത് വഴക്കെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കളിതമാശായിട്ടുള്ള വഴക്കേ. പിന്നെ ചേച്ചി നാടകമൊന്നും കളിക്കാറില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഫസ്റ്റ് എപ്പിസോഡായിട്ട് കുറെ കാര്യം മനസ്സിലാക്കി തരണമല്ലോ. അപ്പോഴത്തേക്കും ഇല്ല, ഞാൻ ഇപ്പം നാടകമൊന്നും ചെയ്യുന്നത്, ഞാൻ അടിപൊളിയായിട്ട് നാടകം ചെയ്യുന്നതിൻ്റെ മോള് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഇല്ല. മാത്രമല്ല ഉറക്കം കളഞ്ഞ് നാടകം ചെയ്യാനുള്ള സമ്മതിക്കൂല, ഉറക്കം കളയാതെ എങ്ങനെയാ നാടകം ചെയ്യണത്. പിന്നെ 16 വയസ്സ് മുതൽ 25-ാമത്തെ വയസ്സ് വരെ ഞാൻ നാടകം കളിച്ചതാ. അതിനുശേഷം അച്ചുവേട്ടനെ കല്യാണം കഴിച്ചതോടുകൂടി എല്ലാം നിർത്തി. കുറേ നാടകം കളിച്ചു, സ്റ്റേറ്റ് അവാർഡ് വരെ അവസാനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം അതേ നോക്കിക്കേ, ഒന്നും ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് നാടകത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി ആ വീട്ടിലോട്ട് വരുവാണ്. ഭൂമി ആ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ അംബിക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 100 നാടകം കഴിഞ്ഞ് 101-ാമത്തെ നാടകം കളിക്കാൻ കയറുമ്പോഴായാലും ആ മണിയടി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നെഞ്ചൊന്ന് കാളും എന്നിങ്ങനെ പറയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി ഇത് കേട്ടോണ്ടെന്നിട്ട് പറയുന്നത്, പ്രിയ സദസ്സിന് വന്ദനം, നാടകം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, നീള നാടകം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നീ അവിടെ ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ ഭൂമി എന്നിങ്ങനെ പറയുന്നു. ഭൂമി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛൻ എവിടെ മോളെ? എവിടെ, എനിക്കെങ്ങനെ അറിയാം, നമ്മുടെ വണ്ടി, ആ വണ്ടിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി, ഇത്രയും ഒരു ദിവസം തന്നെ 10-20 തവണ പണി മുടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവേട്ടൻ അങ്ങോട്ട് കയറി വരുന്നു. അച്ചുവേട്ടൻ വണ്ടി എവിടെ പോയി? നമ്മുടെ വണ്ടിയിലാ വന്നത്, നമ്മുടെ വണ്ടിയിലാ. ഇന്ന് ആരാ അച്ചുവേട്ടാ തള്ളി തന്നത്? അത് ടൂറിസ്റ്റ്. അപ്പൊ എല്ലാവരും ചിരിക്കുന്നേ. എന്നിട്ട് ഭൂമി പായസത്തിന്റെ പാത്രം ഇങ്ങനെ തുറന്നിട്ട് മണക്കുവാണ്. അടിപൊളി, സെറ്റ് ആയിട്ടുണ്ട് എന്നിങ്ങനെ, ഇത് ഓക്കെയാ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അംബികയും ലക്ഷ്മിയും ഞെട്ടുന്നുവേ, ഇവളെ നല്ല ഒപ്പീനിയൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സാധാരണ 2-3 തവണ ഉണ്ടാക്കുന്നതാണല്ലോ എന്നൊരു അർത്ഥം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അച്ചുവേട്ടനും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ അംബികയും കൂടെ കളിയാക്കുവാണ് ഭൂമിയെ. ഇന്നലെ രാത്രി ഉത്സവം കാണാൻ നമ്മൾ 3 പേരുടെ പോയത് ഓർമ്മയുണ്ടോ? രാത്രി എന്താണ് നടന്നതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്ക് എന്നിങ്ങനെ കളിയാക്കുവാണ്. അപ്പോഴത്തേക്കും ഇന്നലെ രാത്രി 3 പേരും കൂടി ഇവർ ഉത്സവം കാണാൻ പോയത് ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമി കുറെ പേര് ഡാൻസ് കളിക്കുന്ന കാണുന്നു. മനസ്സിലായോ ഗാനമേള. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോയി കൂളിംഗ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഡാൻസ് കളിച്ച് അവസാനം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അച്ചുവേട്ടനും ഈ പറയുന്ന അംബികയെ കൂടെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനമാണ് കാണിക്കുന്നത്. അപ്പൊ അരങ്ങേറ്റത്തിന് മുന്നേ എന്തായാലും ഇതുപോലത്തെ ഡാൻസ് കളിയൊന്നും കളിക്കണ്ട, അതുകൊണ്ടാണ് അച്ഛനും അമ്മയും പറയുന്നത്. ഓക്കെ ശരി എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇന്നത്തെ ഓർഡർ ആർക്കാ കൊടുക്കാനല്ലേ എന്നറിയാമല്ലോ, സൗഭാഗ്യദാസ് എന്ന് പറയുന്ന ആൾക്ക് വേണം കൊടുക്കാൻ കേട്ടോ എന്ന്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഭൂമി എന്ത് ചെയ്യണം, ഉണ്ണിയപ്പങ്ങളും പലഹാരങ്ങളും അതുപോലെ പായസവും ഒക്കെ ആയിട്ട് നേരെ സ്കൂട്ടറിൽ ഒരു സാരി കൊടുത്ത് അമ്പലത്തിലോട്ട് തിരിക്കുകയാണ്. എന്നിട്ട് ഇതേ സമയം നമ്മുടെ ക്ഷേത്രത്തില് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശിയും അതുപോലെ തന്നെ സംഗീതയും ഉണ്ട്. സൗഭാഗ്യ മുത്തശ്ശി പറയുന്നത്, സംഗീത നല്ല അന്തരീക്ഷം അല്ലേ ഈ കൊല്ലം, കഴിഞ്ഞ തവണ ഭയങ്കര മഴയായിരുന്നു, പിന്നെ അജയ് എത്തിയില്ലേ, അവ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു അമ്മേ എന്നിങ്ങനെ പറയണം. അപ്പൊ അജയ് ക്ഷേത്രത്തിലോട്ട് നടന്നു വരുവാണ്. ഭൂമി ക്ഷേത്രത്തിൽ വരുന്നു. അപ്പൊ ക്ഷേത്രത്തിലെ ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് പായസവും പലഹാരവും ഒക്കെ ഞാൻ കൊണ്ടുവന്നതാണെന്ന് തിരുമേനി എടുത്ത് പറയുമ്പോഴത്തേക്കും തിരുമേനി പറയണം, നിനക്ക് വേണ്ടി അവർ കാത്തു നിൽപ്പുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും അവിടെ മുത്തശ്ശിയും സംഗീതം നിൽക്കുന്നു, തിരിഞ്ഞു നിൽക്കുവാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിക്കുമ്പോഴത്തേക്കും പണ്ടെങ്ങോട്ടോ ആയോ മുത്തശ്ശീന്ന് വിളിച്ച ആ ഒരു വൈബ് മുത്തശ്ശിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് ഭഗവതിക്ക് എന്താ. അപ്പം മുത്തശ്ശി ഇവളെ കാണുവാണ്, ആരെ, ഭൂമിയെ കാണുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയാണ്, ഭഗവതി ഞാനിപ്പോ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ കണ്ടില്ലേ ദേവി മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണല്ലേ, എന്താ പേര്? എൻ്റെ പേര് ഭൂമിജ എന്നാ. ഭൂമിജ എന്ന് വെച്ചാൽ ഭൂമിയുടെ മകളെന്നല്ലേ? അതെ. ഭൂമിയോളം ക്ഷമയുണ്ടോ? അതിന്റെ പേരില് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് കുറുമ്പിയാണെന്ന് തോന്നുന്നുണ്ട്. കുറുമ്പിയൊന്നും അല്ല എന്നിങ്ങനെ പറയണം. അത് കണ്ടാലും പറയും എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഭൂമിയും കൂടെ ആയിട്ടുള്ള ഒരു സംസാരമാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിക്കുകയാണ്. എന്നിട്ട് ഇതാണ് ഓർഡർ കേട്ടോ എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് നമ്മുടെ സംഗീതം എടുത്ത്, ഞാൻ ഈ കുട്ടി എവിടെയോ കണ്ടതുപോലെ ഒരു ഓർമ്മ, എന്ത് നല്ല കുട്ടിയല്ലേ, എനിക്കും അങ്ങനെ തോന്നിയമ്മേ എന്നിങ്ങനെ സംഗീത പറയുവാണേ. പിന്നീട് കാണിക്കുന്നത് കുറേ പൂജാരികള് കപടവേഷം ധരിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് ഒരിടത്ത് പോയി 3-4 പേര് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് തോക്കെടുക്കുവാണ്. തോക്കൊക്കെ ഇവർ മാറി പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. എന്തിനാ? ഇവിടെ കൊള്ളസംഘമാണ്. എന്നിട്ട് തിരുവാഭരണം കൊള്ള ചെയ്ത് കൊണ്ടുപോകാനാണ് നേതാവ് നമ്മളോട് പറഞ്ഞു, അതാണ് നമ്മുടെ പ്ലാൻ എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം നമ്മുടെ അജയ് തേങ്ങ ഉടയ്ക്കാനായിട്ട് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുകയാണ്. എനിക്കിതൊക്കെ കുസൃതിയായിട്ടാണ് തോന്നുന്നത് ഭഗവാനെ, ഡിപ്പാർട്ട്മെന്റിനോടുള്ള പ്രതിഷേധമാണെന്ന് കരുതിക്കോ. 28ാമത്തെ ട്രാൻസ്ഫർ ആണിത്, ഇനി ഒരു 100ാമത്തെ ട്രാൻസ്ഫർ ആയാലും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തേങ്ങ ഉടയ്ക്കുന്നു. 2ാമത്തെ തേങ്ങ ഉടയ്ക്കുമ്പോഴത്തേക്കും ഭൂമി നടന്നിറങ്ങി വരുവാണ് ക്ഷേത്രത്തിൽ. ഭൂമിയുടെ നെറ്റിയിൽ തേങ്ങയുടെ ഒരു പീസ് മുറി കൊള്ളുന്നു. അപ്പൊ ഭൂമിക്ക് നല്ല കലി വരുന്നു. ഭൂമി തിരിഞ്ഞെന്നാണ് കാണുന്നത്. അപ്പൊ ഭൂമി ഇങ്ങനെ ഡോ എന്നിങ്ങനെ 3ാമത്തെ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഡോ എന്നിങ്ങനെ വിളിച്ച് ഇങ്ങനെ അജയ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവളോ എന്നിങ്ങനെ അജയ് സ്വന്തമായിട്ട് പറയണം. കുറച്ചു നേരം അജയ് പറ്റിച്ചതാണല്ലോ, അപ്പം ഇവനോ എന്നിങ്ങനെ ഭൂമി തിരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. ശരിക്കും കിടുക്കൻ എപ്പിസോഡാണ്. അതിനുശേഷം ഇനി നാളത്തെ കഥയായിട്ട് കാണിക്കുന്നത് നമ്മുടെ അവിടെയുള്ള ഈ പൂജാരികളെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന നമ്മുടെ അജയ്, അതായത് നാളെ കണ്ടുപിടിക്കുന്നു ഇവിടുത്തെ കൊള്ളക്കാരെയൊക്കെ പൂജാരിമാരെ കൊള്ളക്കാരാണെന്ന് കണ്ടുപിടിച്ച് നായകനായിട്ടുള്ള അജയ് അടിക്കുന്നു. ഭൂമിയും അവരുടെ കർണക്കുറ്റി നോക്കി, എടാ നീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാടാ എന്നൊക്കെ ചോദിച്ച് അടിക്കുന്നുണ്ട്. അതിനുശേഷം ഭൂമിയുടെ തലയ്ക്ക് ആരോ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയ് വീട്ടിൽ പോയതിനു ശേഷം അജയുടെ എന്താ പറയാ, അജയുടെ ഏറ്റവും ഇളയച്ചൻ, അജയുടെ ഇളയ മാമന്റെ വൈഫായിട്ടുള്ള നമ്മുടെ ഭവാനി ചോദിക്കുകയാണ്, എനിക്കെന്താ നീതി കിട്ടിയത്? എന്റെ ഭർത്താവിനെ ആരാ കൊന്നത്? എന്റെ ഭർത്താവിനോട് ആരാ കൊന്നെന്ന് എല്ലാവർക്കും അറിയില്ല. അയാൾ ആരാ? നീതിമാനാണോ അയാള്? അപ്പൊ നിനക്കും എന്നെ കൊല്ലണോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അജയ്യോട്. അതായത് ഇവന്റെ അച്ഛൻ
ഇവന്റെ വല്യച്ഛൻ കൊന്നു എന്നാണ് കരുതുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഭൂമിയെ കാണിക്കുന്നുണ്ട്. ഭൂമി വീട്ടിൽ നിന്നിട്ട് ഭൂമിയുടെ അമ്മയടുത്തും അതുപോലെ തന്നെ അച്ഛനടുത്തും പറയാണ്, 2 കുട്ടികളും ഒരേ ടൈപ്പ് മാല ധരിച്ചിരുന്നു. എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല പോലത്തെ എന്ന് പറഞ്ഞൊരു നാഗമാല. ആ നാഗമാല കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഭൂമി നാളെ ആരെയോ കാണുന്നുണ്ട്, ഈ പറയുന്നത് പോലെ ഭൂമിയുടെ കസിൻസിനെയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പം ആ കാര്യമൊക്കെ പറയുവാണ്. അപ്പം ഇതാണ് ടോട്ടലി ഉള്ള എപ്പിസോഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.